Hello guys, welcome to our new YouTube channel Car and Spec. ഇന്ന് നമ്മൾ റിവ്യൂവിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന വണ്ടി ഹോണ്ട ഹൈനസ് 350 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നല്ല വരുന്നത്. അത് ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു യൂസർ എക്സ്പീരിയൻസും പിന്നെ വണ്ടിയുടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ മെയിനായിട്ടും ഈ വണ്ടി എടുക്കുന്നവരുടെ നേരിടുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു, ഇതുകൊണ്ടൊരു റോയൽ എൻഫീൽഡോ അങ്ങനെ എന്തെങ്കിലും വണ്ടി നോക്കിക്കൂടെ എന്നാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു മണി പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേർത്ത് വണ്ടിയാണ്. കാരണം ഹോണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റിഫൈൻമെന്റ് കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു മാസീവ് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. റിഫൈൻമെന്റ് കാര്യം പറഞ്ഞാൽ ഒരു പക്ക ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് അതിരിക്കുന്നത്. തന്നെ ഒരു എന്താ പറയാ, മൊത്തം റിഫൈൻ ആയിട്ടുള്ള എഞ്ചിൻ. നമ്മളിപ്പം ഒരു സിറ്റി റൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ സൈക്കിൾ ഓടിക്കുന്ന പോലെ വണ്ടി കൊണ്ടു നടക്കാം. അപ്പോൾ ഇത് മെയിനായിട്ടും 3 വേരിയന്റ് ആണ് ഉള്ളത്. ഇത് മിഡ് വേരിയന്റ് ആണ്. ആദ്യം വരുന്നത് പറഞ്ഞാൽ ഡൂലക്സ് പ്രോ, പിന്നെ ഡൂലക്സ് പ്രോ ക്രോം ആണ് വരുന്നത്. ഇതിപ്പം അതിന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയന്റിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവത്തില്ല, ബാക്കി രണ്ടിനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും. പിന്നെ ബേസ് വേരിയന്റ് വരുമ്പോഴത്തേക്കും ഇതിന്റെ മൺകാടിന്റെ കളർ വരുന്ന ഒരു ഗ്രേ ടൈപ്പ് കളർ ആയിരിക്കും ബേസ് വേരിയന്റ് വരുന്നത്. ഇതിപ്പം മിഡ് വേരിയന്റ് ആയതുകൊണ്ട് ബോഡി കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിന്റെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രോം ഫിനിഷ് ആയിരിക്കും, ഫ്രണ്ടിലും മൺകാടും ഒരു ക്രോം ഫിനിഷ് ആയിരിക്കും വരുന്നത്. പിന്നെ മെയിനായിട്ടും മൈലേജിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 35 to 40 ആണ് പറയുന്നത്. അറൗണ്ട് എനിക്കൊരു 30 to 35 ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തം സിറ്റി റൈഡ് ഒക്കെ ആണ്. ഹൈവേ ഞാൻ അങ്ങനെ ടൂറിങ് പോയിട്ടില്ല. ഇപ്പം നിലവിൽ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 month കഴിയുന്നുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞായിരുന്നു. പിന്നെ അപ്പം മൈലേജ് ഏകദേശം ഒരു 30 to 35 ആണ് കിട്ടുന്നത്. ഹൈവേയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 40 അടുത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ടും നോക്കേണ്ടത് ഇതിന്റെ സസ്പെൻഷനാണ്. അതായത് അത്യാവശ്യം ഒരു സ്റ്റിഫ് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഹൈവേയിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ സിറ്റിയിലൊക്കെ കുറച്ച് കുണ്ടിയും കുഴിയിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഇതാ തോന്നുന്നുണ്ട്, നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിന്റെ സീറ്റിംഗ് കംഫർട്ട് ആണ് നോക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയ ടൈറ്റ് സീറ്റ് ആണ്. റൈഡറിന്റെ സീറ്റ് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ പില്ലിയൻ സീറ്റൊക്കെ ലോങ് റൈഡ് പോകുമ്പോഴത്തേക്കും ഒരു കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു എന്താ പറയണേ, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അങ്ങോട്ട് ഒന്ന് ക്രൂസ് ചെയ്ത് പോകാൻ കുറച്ച് സാധിക്കാത്ത ടൈപ്പ് ഒരു സീറ്റാണ്. കുറച്ച് നേരം ഒന്ന് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടൈപ്പ് സീറ്റാണ് നിലവിലുള്ളത്. പിന്നെ ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റർ ആണ്. 15 ലിറ്റർ ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു കപ്പാസിറ്റി ആണ് വണ്ടിക്കുള്ളത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ സസ്പെൻഷൻ, ഇതൊരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലൊരു എന്താ പറയാ, ഓഫ് റോഡിങ് അധികം ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല വണ്ടിയിൽ. കാരണം അത്യാവശ്യം കുറച്ച് ഹെവിയാണ് വണ്ടി. പിന്നെ ഈ വണ്ടിയിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു വണ്ടി അല്ല ഇത്. അപ്പോൾ അഡ്ജസ്റ്റബിൾ ആണ് സസ്പെൻഷൻ, പക്ഷെ നമ്മൾ അത്ര അങ്ങോട്ട് ഓഫ് റോഡ് കാറ്റഗറി ഉള്ള വണ്ടിയല്ല ഇത്. പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതിന്റെ ബ്രേക്കിങ്ങിനെ പറ്റിയാണ് അത്യാവശ്യം എന്താ പറയുക, വണ്ടി ഒരുപാട് അങ്ങോട്ട് അഗ്രസീവ് ആയിട്ടുള്ള വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബ്രേക്കിന് നല്ല കോൺഫിഡൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ലോങ് ഗിയർ ബോക്സ് എഞ്ചിൻ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള ബൈക്കിൽ കാണുന്ന പോലെ ഇപ്പൊ ഈ റോയൽ എൻഫീൽഡ് 100 ഒക്കെയാണ് ഇതിന് ഇതായിട്ട് മെയിൻ ആയിട്ട് അടുത്തിരിക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ, അതിനൊക്കെ പറയുന്ന പോലത്തെ എന്താ ഗിയർ ബോക്സ് അല്ല, ഇതിന് എൻ്റർ ഡിഫറെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ, സെക്കൻഡ് ഗിയർ ഒന്ന് സെക്കൻഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ആണെങ്കിൽ മിനിമം 20 കിലോമീറ്ററിന്റെ മുകളിലെങ്കിലും സ്പീഡ് കീപ്പ് ചെയ്യണം, എന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തേർഡ് എന്ന് പറയുമ്പോൾ ഒരു 40, പിന്നെ ഫോർത്ത് പറയുമ്പോൾ എബോ ഒരു 60 ഒക്കെയാണ് വരുന്നത്.
ഫുൾ എന്താ പറയുക നമ്മുടെ ലോങ് ആണ് ഗിയർ അത്യാവശ്യം നല്ലപോലെ തന്നെ. ഇപ്പം നമ്മുടെ സിറ്റി റൈഡ് തന്നെ നമുക്ക് സെക്കൻഡ് തേർഡ് ആ ഒരു ലെവലിലാണ് സിറ്റി റൈഡിൽ ഇത് കൊണ്ടുപോകുന്നത് തന്നെ. പിന്നെ അത്യാവശ്യം ഹെയർ പിൻ വളവുകളും കയറ്റങ്ങളും ഒക്കെ പോകുമ്പോഴത്തേക്കും മിനിമം നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെയാണ് മെയിനായിട്ടും ഇടാൻ പറ്റുള്ളൂ ഇതിന്. അതൊരു എന്താ പറയുക നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ഓൺ ഡ്രൈവിംഗ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കത് എന്താ പറയുക ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ അത്യാവശ്യം സെക്കൻഡിലും തേർഡിലും ഒക്കെ ഇട്ട് കൈ കൊടുത്ത് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്കിന്റെയും ബ്രേക്കിംഗ് കാര്യങ്ങളാണ്. അത്യാവശ്യം അത്യാവശ്യം പക്കയാണ്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മൾ അത്യാവശ്യം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു എന്താ പറയുക മൂളൽ പോലത്തെ ഒരു സൗണ്ട് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടും ഡിസ്കിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചെയിനിന്റെ കാര്യമാണ്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന ടൈപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പ് ചെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എക്സസ് നോട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തമ്പ് വരുന്നൊരു ഫീലാണ്. അത്യാവശ്യം നമ്മുടെ തേർഡിലും ഫോർത്തിലൊക്കെ ഇട്ട് ക്രൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സൗണ്ട് ഇങ്ങനെ എന്താ പറയാ കേൾക്കുന്ന തന്നെ ഒരു രസമാണ്. പിന്നെ ഇതിന്റെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടെയിലൈറ്റ് കാര്യങ്ങള് ഒക്കെയാണ് നിലവിലേക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഇതാണ് കൊടുത്തത്. അത്യാവശ്യം ഒരു ക്വാളിറ്റി നമ്മൾ ഇതിനകത്ത് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഈ വണ്ടിയുടെ എക്സ്റ്റോർനോട് ഒന്ന് കേട്ടിട്ട് വരാം. അത്യാവശ്യം നല്ലൊരു തമ്പി ഫീലാണ് എക്സ്റ്റോർനോട്ടിനുള്ളത്. അത്യാവശ്യം എന്താ പറയാ നമ്മുടെ ഒരു 100-350 പോലെ അല്ല ഇതിന്റെ സൗണ്ട് വരുന്നത്. വേറൊരു ഇതിലാണ് മോഡുലേഷനിലാണ് ഇതിന്റെ സൗണ്ട് തന്നെ വരുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഹെൽമെറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, പ്ലസ് ലോക്കാണ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് തോന്നി. കാരണം അത് ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്ക് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് ഇതിന്റെ ക്ലച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലച്ചും ഗിയർ ബോക്സും ഹോണ്ടയുടെ വണ്ടികൾക്ക് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത്ര ലൈറ്റ് ക്ലച്ചാണിത്. ചുമ്മാ എന്താ പറയാ നമ്മൾ ഇങ്ങോട്ട് അറിയുന്ന പോലില്ല ക്ലച്ച് വരുന്നതൊന്നും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗിയർ ബോക്സ്, ഹോണ്ടയുടെ ഗിയർ ബോക്സ് ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റിഫ് ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ആ കാര്യത്തിലൊന്നും ഹോണ്ട ഒരിക്കലും നമ്മളൊരു നിരാശപ്പെടുത്തുന്നത് കണ്ടിട്ടില്ല ഇതേവരെ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ 3 സെഗ്മെന്റിലായിട്ടുള്ള വണ്ടികളുണ്ട്. ഇതിന് ഒന്ന് CB 350, പിന്നെ 350 RS. ഇപ്പം ഇത് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ RS കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ടൈപ്പ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു മൊത്തത്തിലൊരു ക്ലാസി സെറ്റപ്പ് ആയിട്ട് വണ്ടി തോന്നി. അതിലും എനിക്കും പൊതുവെ റൈഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഒരു ക്യാരക്ടറിന് പറ്റിയ വണ്ടിയായിട്ട് തോന്നിയത് ഇതാണ്. അപ്പം ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം വണ്ടി എടുത്തിട്ടൊരു 1 മന്ത് കഴിഞ്ഞു. അപ്പം എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് എനിക്ക് വന്നത് ഒരു 2K to 2.5K ആണ് വന്നേക്കുന്നത്. അപ്പം മെയിനായിട്ടും ഫസ്റ്റ് സർവീസ് മാറിയത് ഓയിൽ മാറി, പിന്നെ ഫിൽറ്റർ മാറി, പിന്നെ ഇതിന്റെ ചെയിൻ ടെസ്റ്റിന് വരുമ്പോൾ ചെയിൻ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തായിരുന്നു. മെയിനായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ സർവീസ് കോസ്റ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിന്റെ കോസ്റ്റ് വന്ന് എഞ്ചിൻ ഓയിലാണ്. അവർ ഒഴിച്ചേക്കുന്ന മറ്റേ സെമി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ അത് അത്യാവശ്യം വണ്ടിക്ക് നല്ല ഒരു എന്താ പറയുക ഒരു റൈഡിങ് കംഫർട്ടും പിന്നെ ഒരു മൊത്തത്തിലൊരു റിഫൈൻമെന്റ് ആയിട്ടുള്ളൊരു എഞ്ചിനെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അത്യാവശ്യം വണ്ടിക്ക് നല്ലതാണെന്നേ പറയുള്ളൂ. കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരു കോസ്റ്റാണ് ഇതിന് നിലവിൽ സർവീസിന്റെ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത തരം സർവീസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ലൈറ്റിന്റെ വിസിബിലിറ്റി അത്യാവശ്യം കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈവേസിനൊക്കെ പോകുമ്പോൾ അത്ര കുഴപ്പമില്ല, എന്നാലും നമ്മളെ അത്യാവശ്യം കുറച്ച് ലോങ് ഈ ഹെയർ പിന്നൊക്കെ കയറുമ്പോഴത്തേക്കും അത്യാവശ്യം വിസിബിലിറ്റി വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു നമ്മളൊരു ഫോഗ് ലൈറ്റ് വെച്ച് അതിന്റെ സൊല്യൂഷൻ ഒരു പരമാവധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് എനിക്ക് പൊതുവേ ഇതിന്റെ ഇതിൽ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നുന്നത്. പിന്നെ ഹാലോജന്റെ അത്ര എന്തായാലും പവർ LED ഉണ്ടാവത്തില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോണ്ട ഹൈനസിന്റെ ഫീസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പം അതുവരെ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ബൈ കറന്റ് ലുക്ക്.